ഇവിടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നും പ്രതിപക്ഷ നേതാവ് എവിടെയാണ് നിങ്ങൾ പിരിച്ച പണം എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. പണമുണ്ട്, അത് പണി പൂർത്തിയാക്കിയാലാണ് പറയുക എന്നാണ് പറയുന്നത്. എവിടെ പണം? യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജോയിൻ്റ് അക്കൗണ്ടിലാണെന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്. ജോയിൻ്റ് അക്കൗണ്ടിലാണെങ്കിൽ രണ്ടുപേരും മത്സരിക്കുകയാണിപ്പോൾ. APCC പ്രസിഡന്റ് മത്സരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്നു. ഈ മത്സരത്തിൽ സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ ഈ സാമ്പത്തികമായ കാര്യം പറയേണ്ടതാണ്. രണ്ടാളും പറഞ്ഞിട്ടില്ല. അപ്പോൾ ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്നതിൽ ശരിയില്ല, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല, വെളിപ്പെടുത്തുന്നില്ല. കോടിക്കണക്കിന് ഉറുപ്പിക ഫണ്ട് പിരിച്ചിട്ട് അത് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഞങ്ങൾ പറയില്ല എന്ന കാര്യമാണ്. സുതാര്യമല്ല എന്നുള്ളതും, ശവത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പണം തട്ടിയതുപോലെയുള്ള കാര്യമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ ഉപമ വളരെ ശരിയാണ്. ശവം ഉപയോഗപ്പെടുത്തിയിട്ട് വ്യാപകമായ പ്രചാരവേല നടത്തിയിട്ട് പണം പിരിച്ചെടുത്തിട്ട് ആ പണം യഥാർത്ഥത്തിൽ എവിടെയാണ് ഉള്ളതെന്ന് പറയാൻ അവർ തയ്യാറില്ല. ഇന്ന് രാവിലെ KPCC പ്രസിഡന്റ് ഒരു വെളിപ്പെടുത്തൽ നടത്തി. അവരിതേവരെ പറഞ്ഞത് 3 കോടി ഉറുപ്പിക ചിലവാക്കി ഞങ്ങൾ ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്നാണ് വയനാട്ടിൽ. ആ വാങ്ങിയ ഭൂമിയെ സംബന്ധിച്ച് തർക്കമുണ്ട്, പ്രശ്നമുണ്ട്. അത് ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന് സമീപവാസികൾ പറയുന്നുണ്ട്. ഏതായാലും 3 കോടി ഉറുപ്പിയുടെ സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ പറയുന്നത് 5 കോടി ഉറുപ്പിയുടെ സ്ഥലം വാങ്ങിയെന്നാണ്. ആധാരം ഉൾപ്പെടെ കൃത്യമായിട്ട് പരിശോധിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞ 3 കോടി എത്തുന്നില്ല. അപ്പോൾ ആദ്യം ഈ സ്ഥലം വാങ്ങുന്നത് മുതൽ ഇവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ തട്ടിപ്പ് തുടങ്ങിയിരിക്കും. 2 കോടി ഉറുപ്പിക, 5 കോടി ഉറുപ്പിക ചിലവാക്കി എന്ന് പറയുമ്പോൾ 3 കോടി ഉറുപ്പിക മാത്രമേ ഭൂമിക്ക് ചിലവായിട്ടുള്ളൂ. അത് കൃത്യമായിട്ട് രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള രേഖയുണ്ട്. അപ്പോൾ കളവ് തന്നെയാണ്, നുണ തന്നെയാണ് പ്രതിപക്ഷ നേതാവായാലും KPCC പ്രസിഡൻ്റായാലും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കാണാം. KC വേണുഗോപാലൻ ഇന്ന് രാവിലെ വലിയ ഒരു നുണ അടിച്ചുവിട്ടിരിക്കുകയാണ്. CPIMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ 3-ാം നിലയിൽ അവിടെ കള്ളരേഖകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രചാരവേലയാണിപ്പോൾ ഇന്ന് സംഘടിപ്പിക്കുന്നത്. അസംബന്ധം എന്നല്ലാതെ എന്താ അതിനെല്ലാം മറുപടി പറയുക? ഒരു തെളിവുമില്ലാതെ, ഒരു കാര്യവും മനസ്സിലാക്കാൻ തയ്യാറാവാതെ, ഞാൻ പറയുന്നതെല്ലാം വാർത്തയായിട്ട് വരുമെന്നുള്ള ഒറ്റ ഒരു ഗ്യാരണ്ടിയിൽ CPIMനെ പോലുള്ളൊരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ 3-ാം നിലയിൽ ഇത്തരത്തിലുള്ള കള്ളരേഖകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കള്ള പ്രചാരവേല നടത്തിയിട്ടുള്ള KC വേണുഗോപാലൻ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറിയാണ് അദ്ദേഹം. നമുക്കറിയാം കോൺഗ്രസ്സുകാർ കള്ളരേഖ ഉണ്ടാക്കുന്നതിൻ്റെ ചിത്രം. രാഹുൽ മാക്കൂട്ടത്തിലൊക്കെ സ്വന്തം സംഘടനക്കകത്ത് ജയിക്കാൻ വേണ്ടി കൃത്രിമ രേഖയുണ്ടാക്കിയതിൻ്റെ കാര്യം പുറത്തു വന്നെയാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം CPIMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലും ഇതുപോലുള്ള കള്ളരേഖകൾ ഉണ്ടാക്കുന്നു എന്നുള്ള പ്രചരണം നടത്തുന്നത്. ശുദ്ധ അസംബന്ധമാണ്. സത്യം പറഞ്ഞാൽ KC വേണുഗോപാലിനെ പോലുള്ള ഒരാൾ ഒരു തെളിവുമില്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ തട്ടിവിടാൻ പാടില്ലാത്തതുമാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതാണ് പൊതുവായിട്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന രീതിയിൽ പറയാനുള്ളത്. അല്ലല്ലോ, ഞാൻ തളിമൂണ്ടത്തെ സജീവമായിട്ട് വരുന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും എല്ലാ മണ്ഡലങ്ങളിലും സംഘടനാപരമായ പരിശോധന നടത്തി ഇന്നിപ്പോൾ കണ്ണൂർ അവസാനിപ്പിക്കുകയാണ്. പേര് പറയാണ്ട് പിന്നെ എങ്ങനെ മകനാകുക? പേര് പറയാതെ എങ്ങനെയാണ് മകനായി പോകുന്നത്? പേര് പറയട്ടെ, കേസ് വരും, അതുകൊണ്ടാണ് പറയാത്തത്.
മകൻ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുകയാണ്. ആയിരുന്നല്ലോ ഭൂതകാലം. ബാക്കിയെല്ലാം സൂചിപ്പിക്കുന്നത് ശുദ്ധ അസംബന്ധം എഴുന്നള്ളിക്കുന്നതാണ്. ഞാനതിനൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ നിങ്ങൾ തളിപ്പറമ്പിലെ ഒരാളായിട്ട് കാണുമ്പോൾ വേണ്ട കേട്ടോ. അത്രയേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ എന്നെ തളിപ്പറമ്പിൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ ഒരാളായിട്ട് കാണുന്നില്ല. ഇപ്പം ഞാൻ MLA ആണെന്നുള്ളത് ശരിയാണ്. ഞാൻ ഈ കേരളത്തിലെ ഇടതുകോട്ട ജനാധിപത്യ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനങ്ങളെ എല്ലാം പരിശോധിച്ച് മുമ്പോട്ടേക്ക് പോകാൻ ബാധ്യതയുള്ള ഒരാളാണെന്ന രീതിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും തിരുവനന്തപുരം മുതൽ ഇപ്പോഴിന്ന് കണ്ണൂർ വരെയും ഞാൻ ഈ സംഘടനാ പരിശോധന നടത്തിയിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പല പാർട്ടി ഉണ്ടാക്കുന്നുണ്ട്. ആ പാർട്ടി ഉണ്ടാക്കുന്നത് എനിക്ക് ബാധകമല്ല. ശരി, പിന്നെ പറഞ്ഞു. ആദ്യം മാഷിന്റെ ഭാര്യ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാണ് ആരോപണം വന്നത്. ഇപ്പോൾ മാഷിന്റെ മകൻ സംവിധായകൻ അത് രഞ്ജിത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നു. നിരന്തരം താങ്കളുടെ കുടുംബത്തിന് നേരെയാണ് ഈ ആരോപണം വരുന്നത്. വ്യക്തിഹത്യയായിട്ട് തോന്നുന്നുണ്ടോ? അതിനെതിരെ എന്തെങ്കിലും നിയമ അങ്ങനെയൊന്നും ഹത്യ ചെയ്യപ്പെടുന്നതല്ല വ്യക്തിജീവിതം കേട്ടോ. ആരെങ്കിലും ഏതോരെങ്കിലും അവിടെ ഇവിടെ പറഞ്ഞ് ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ എൻ്റെ വ്യക്തിജീവിതം. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞാൽ ഇല്ലാതാകുന്നതുമല്ല വ്യക്തിജീവിതം. അത് നല്ലപോലെ മനസ്സിലാക്കും. അതാ പറഞ്ഞ നടപടി വേണ്ടി വരുമ്പോൾ എടുക്കാം, ആവശ്യമില്ല. 25 കൊല്ലം ആരാ പറഞ്ഞേ? അല്ല, അതിൽ കൂടുതൽ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അയാൾ UDF ആയില്ലേ? രാഹുൽ ഗാന്ധിൻ്റെ ഒപ്പം നടന്നിട്ട് തൊപ്പിയിട്ട് നടക്കുന്നയാൾ ഇപ്പം CPM എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതൊരു ഭൂതകാല ചരിത്രമാണ്. ഇപ്പോഴും വർത്തമാനം എന്ന് പറയുന്നത് UDFൻ്റെ ഒപ്പമാണ്. എല്ലാ പിന്തിരിപ്പന്മാരുടെയും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഞങ്ങളെന്തിനാ മറ്റു കാര്യം പരിശോധിക്കേണ്ട കാര്യം? അദ്ദേഹം പറയുന്ന തെറ്റായ നിലപാടുകളെ തെറ്റാണെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ.